food and life. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പോൾ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സാൻഡ്വിച്ച് സീരീസിൽ ചെയ്യാൻ പോകുന്നത് പനീർ ബുർജി സാൻഡ്വിച്ച് ആണ് കേട്ടോ. അപ്പോൾ പേര് കേട്ട് ആരും ടെൻഷൻ ഒന്നും അടിക്കേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് പനീർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണ്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയങ്ങളായി നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി പനീർ ബുർജി സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് പനീർ ബുർജി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കി മാറ്റി വെക്കാം അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ടുള്ള ഓരോ സാധനങ്ങൾ നമുക്ക് മിക്സിയിലിട്ട് അരച്ച് മാറ്റി വെക്കാം. അപ്പൊ ആദ്യം നമുക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം, മിന്റ് ലീവ്സ്. അപ്പൊ ഞാൻ ഒരു പിടി, നമ്മുടെ കൈക്ക് ഒരു പിടിയാണ് പുതിനയില ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൈപ്പിടി നമുക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ അതുപോലൊപ്പം തന്നെ സവാള ചേർക്കുന്നുണ്ട്. സവാള ചേർക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പൊ ഞാനൊരു ചെറിയ കഷ്ണം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു പകുതി നാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് വരാം. ഇനി നമുക്ക് പനീർ ബുർജി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ടൊരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ, നമുക്ക് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു വലുപ്പമുള്ള ഒരു സവാളയാണ് എടുത്തത്, ചെറുതായി അരിഞ്ഞതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയുമാണ്. അപ്പൊ ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, ചെറുതായി അരിഞ്ഞതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചിയും ചെറുതായിട്ട് തന്നെ കേട്ടോ അരിഞ്ഞെടുത്തത്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളിയാണ്, അതും ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയാണ്. അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബുർജിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴച്ചെടുക്കാം. അപ്പൊ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു പഴുത്ത തക്കാളിയാണ്, അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി തന്നെ ആട്ടോ എടുത്തത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലിയാണ് ഇവിടെ ചേർക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല, ഒരു പിഞ്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നതിന് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സമയമാകുമ്പോൾ നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 150 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അത് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ ചേർക്കുന്നത്. അപ്പൊ ക്യൂബ്സ് ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഗ്രേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഞാൻ അങ്ങനെ 150 ഗ്രാം പനീർ ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബുർജിയുടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ പനീർ ബുർജി സാൻഡ്വിച്ചിന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോവാണ്. അപ്പൊ എല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്തെടുത്താൽ മാത്രം മതി നമുക്ക് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ബ്രെഡ് സ്ലൈസ് നമുക്ക് എടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഗ്രീൻ ചട്നി നമുക്ക് വെച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മുടെ പനീർ ബുർജിയാണ് കേട്ടോ. അപ്പം പനീർ ബുർജി അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിങ് വെക്കാൻ താല്പര്യപ്പെടുന്നവർ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് അല്പം ചീസ് കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം. ഇനി നിങ്ങൾക്ക് ചീസിന്റെ ഷീറ്റോ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിടാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ചീസ് ഇഷ്ടമാണെങ്കിൽ അത്രയും ചീസ് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിടാം. ഇനി നമുക്ക് അടുത്തൊരു സ്ലൈസ് ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചസ് ഒക്കെ റെഡിയാണ്. നമുക്കിനി ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ ഇത് നമ്മുടെ സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പാൻ ഒന്ന് ചൂടാവട്ടെ, നമുക്ക് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഒരു സൈഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡോട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബുർജി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്.
എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സാൻഡ്വിച്ച്? പനീർ ബുർജി സാൻഡ്വിച്ച് അടിപൊളിയായിട്ടില്ലേ? അപ്പൊ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ് കേട്ടോ ഇത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകണ്ട കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ മിസ് ആവാതെ കാണാനും പറ്റുമേ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.